കാണാതെയായി എന്ന് പറയുന്ന മൂഴിക്കുളം പാലത്തിലാണ് ഇവിടെ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാവരും ഒരു വലിയ സംഘം തന്നെ ഇവിടെയുണ്ട്. കുട്ടിയെ കാണാതെയായെന്ന് പറയുമ്പോഴും ആളുകൾ തിരച്ചിൽ ശക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ കുട്ടിയുടെ അമ്മ പറഞ്ഞതനുസരിച്ചാണ് പോലീസും ഫയർഫോഴ്സും എല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. ആളുകളൊക്കെ ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെ ശക്തമായ തിരച്ചിലാണ് കുഞ്ഞിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. കുറേ നേരമായോ ഈ തിരച്ചിലൊക്കെ തുടങ്ങിയത്? കുറേ നേരമായി. എന്താ ഇപ്പം പറയുന്നത്? കറക്റ്റായിട്ട് അറിയുമ്പോൾ ഇവിടെ ആ പെൺകൊച്ചിയുടെ കൊച്ചിനിട്ടെന്ന് പറഞ്ഞേ ഇവിടെ താഴേക്ക് നോക്കുന്നുണ്ട്. താഴേക്കിട്ടൊന്നു എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ ഭാഗത്താണ്. കറക്റ്റായിട്ട് അറിയില്ല, അതാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് തന്നെയാണ് ആളുകളെല്ലാവരും ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. സാറേ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. സാറേ ഒന്നും കൺഫേം ആയിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നും ആയിട്ടില്ല, കൺഫേം ആയിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ ആർക്കും ഇവിടെ നിൽക്കുന്ന ആളുകൾക്കൊന്നും ഒരു കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കുട്ടിയുടെ അമ്മ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടിയെ ഈ പാലത്തിൽ നിന്നും താഴേക്ക് ഇട്ടു എന്നുള്ളതാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും പോലീസിനുണ്ട്. ഇവർ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പാലത്തിൻ്റെ താഴത്ത് നിന്ന് കാണുന്നത് പോലെ പല ഭാഗങ്ങളിലും ആളുകൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. പാലത്തിന് താഴേക്ക് കുട്ടിയെ എറിഞ്ഞു എന്നുള്ളതാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ താഴെ പല ഭാഗങ്ങളിലെ ആളുകൾ തിരച്ചിൽ നടത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഈ പാലത്തിൽ ഇപ്പോൾ നിറയെ ആളുകളാണ്. മൂഴിക്കുളം പാലമാണിത്. മൂഴിക്കുളം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തി ഭാഗമായിട്ട് തന്നെ ഈ പ്രദേശം വരും. ചേട്ടാ ഇവിടെയുള്ള ആളുകളാണോ? ചേട്ടാ ഇത് എപ്പോഴാണ് തിരച്ചിലൊക്കെ തുടങ്ങിയത്? തിരച്ചിൽ തുടങ്ങിയിട്ട് കുറച്ച് നേരമേ ഉള്ളൂ. എന്താ ഇത് പറയണമെന്ന് പറയുന്നു? വല്ല അറിഞ്ഞോ? ഇല്ല അറിഞ്ഞില്ല. അതിപ്പോൾ അവിടെ കൊച്ചിനെ ഇവിടം വരെ എത്തിയെന്നല്ലേ, ഇവിടേക്ക് താഴേക്ക് പോയെന്നുള്ള ഇതല്ലേ പറയണേ. ഇത് കുട്ടീനെ 3 മണിക്ക് അംഗനവാടിയിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന കുട്ടിയെ തിരുവാങ്കുളത്ത് നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ 4 ബസ് കയറി ഇവിടെ വന്നിട്ട് ഈ ജംഗ്ഷനിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഈ ജംഗ്ഷനിൽ അവിടെ ഇറക്കിയിട്ടിട്ട് ഇവിടുത്തെ അവിടെ ഇട്ടെന്നാണ് പറയണത്. അവിടെ ഈ കുട്ടീനെ ഇട്ടെന്നാണ് പറയണത്. അവിടെ ആ ഭാഗത്ത് അതായിട്ട് ഇട്ടിട്ട് പിന്നെ അവൾ അങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. എൻ്റെ വീടിൻ്റെ തൊട്ട അയൽക്കത്താണ് വീട്. എൻ്റെ വീടിൻ്റെ അയൽവക്കത്താളാണ്. അവിടെ പെള്ളേച്ചൻ്റെ മോളുടെ മോളാണ്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളോട് ചോദിച്ചു, കാര്യങ്ങളെല്ലാം കുറേ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. പിന്നെ പോലീസ് വന്നിരുന്നു. എത്ര മണിയായപ്പോഴാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന? ഒരു 6:30 മണി 7 മണിയായിട്ടുണ്ട്. 6:30 മണിയായപ്പോൾ. ഇവർ എവിടെ നിന്നാണ് വരുന്നത്? തിരുവാങ്കുളത്തുനിന്ന് വീട് കല്യാണം കഴിച്ച് കൊടുത്തായിരുന്നു അവിടെ അങ്ങോട്ട്. അപ്പോൾ അവിടെ നിന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് വരുന്നത്. എത്ര മണിയായപ്പോൾ വീട്ടിലെത്തി? ഒരു 7 മണി ആയിട്ടുണ്ട്. രാത്രി 7 മണിയായപ്പോൾ. അപ്പോൾ തിരുവാങ്കുളത്ത് നിന്ന് എത്ര മണിക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു? 3 മണിക്ക് അംഗനവാടിയിൽ നിന്ന് കുട്ടീനെയും കൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോഴാണ് എന്നിട്ടാണ് ഇവിടെ വന്ന് ആലുവയിൽ വന്ന് ഇറങ്ങി. ഈ പ്രദേശത്തേക്ക് വരേണ്ട കാര്യമുണ്ടോ? സാധാരണ ഇവരുടെ വീട് ആലുവയിലല്ലേ? വീട് കുറുമശ്ശേരിയാണ്. കുറുമശ്ശേരിയാണ്. കുറുമശ്ശേരി മാക്കോലിത്താളം എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് വീട്. അവിടെ എൻ്റെ വീടിൻ്റെ നേരെ കിഴക്കിയതാണ് ഈ വീട്. കുറുമശ്ശേരിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഇങ്ങോട്ടേക്കുണ്ട്? 1-1.5 കിലോമീറ്റർ ഉള്ളൂ. 1.5 കിലോമീറ്റർ അല്ലേ? ഇവിടെ വന്ന് ബസ് ഇറങ്ങിയിട്ട് ബസ് ഇറങ്ങിയിട്ട് കുട്ടിയുമായിട്ട് ഇങ്ങോട്ട് വന്നെന്നാണ് പറയണത്. അപ്പോൾ നിങ്ങളാണോ ചോദിച്ചത്? നിങ്ങളൊക്കെയാണോ ചോദിച്ചത്? ഞങ്ങൾ ചോദിച്ചു. കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് കുട്ടി അവിടെ ആലുവയിലേക്ക് മിസ്സാക്കിയെന്നാണ് പറഞ്ഞത്. ആലുവയിൽ വെച്ച് കാണാതായതാണ് പറഞ്ഞത്. ആലുവയിൽ വെച്ച് കുട്ടിയെ കാണാതായെന്നാണ് പറഞ്ഞത്. അത് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഒരുപാട് നേരം ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും പിന്നെ പോലീസ് വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞ് വണ്ടിയിൽ കയറാൻ വന്ന് ഈ പെണ്ണിനെയും കൊണ്ട് വണ്ടിയിൽ വന്ന് പോലീസ് ചോദിച്ചു. വണ്ടിയിൽ വെച്ച് ചോദിച്ചപ്പോഴാണ് പോലീസിൻ്റെ അടുത്ത് എന്തോ എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് കുട്ടീനെ. ഇത് ആരാണ് പോലീസിനെ വിളിച്ചറിയിച്ചത് കാര്യം? പോലീസ് തിരുവാങ്കുളം അവിടെ നിന്നാണ് അറിയിച്ചത്. ഇങ്ങനെ പെണ്ണായിട്ട് ഈ കൊച്ചിനെ കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞത് അവിടെ അവർ അറിയിച്ചാണ്. അവർ പറഞ്ഞിട്ടാണ് പോലീസിൽ അറിയിച്ച്. അങ്ങനെ ആണ് ഇവിടെ ഈ അമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇവിടെ അമ്മയുടെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇവരൊറ്റ മോളാണോ? 2 മോളുണ്ട്. ഇവരുടെ ഇളയ മോളാണിത്. ഇളയ മോള്. ഈ അച്ഛനും അമ്മ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു?
ഉണ്ടായിരുന്നു. ഞാനവിടെ 7 മണിക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അപ്പോൾ ഇവർ മൂത്ത മകളുടെ ഭർത്താവും ഉണ്ട്, അവരുണ്ട്. പിന്നെ അപ്പോൾ തന്നെ പോലീസ് വരികയും ചെയ്തു. പോലീസ് ഈ സ്ത്രീയുടെ ഭർത്താവ് എത്തിയോ? അതായത് കുട്ടിയുടെ എത്തിയുണ്ട്. ഇവിടെയുണ്ട്, സ്ഥലത്തുണ്ട്. കുട്ടിയുടെ ഭർത്താവ് ഇവിടെ സ്ഥലത്തൂടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് പോലീസ് ഇവരിവിടെ കൊണ്ടുവന്നിരുന്നു. കൊണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട്, വണ്ടിയിലുണ്ട്. ഈ വണ്ടിയിൽ, പോലീസിൻ്റെ വണ്ടിയിലുണ്ട്. അവിടെ ഉണ്ടായിരുന്നു, ഇത്ര നേരം ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസിന് അവർ കൊണ്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് സംഭവം ഉണ്ടായിക്കണേ. ഇവിടെ എത്ര മണിയായി ഒരു തെരച്ചിലൊക്കെ തുടങ്ങിയപ്പോൾ? എത്ര മണിയാണ്? കൃത്യമായിട്ടറിയില്ല, ഞാൻ കടലിൽ പോകുന്നുള്ളൂ. 8 മണിയായിട്ടുണ്ട് ഇവിടെ തുടങ്ങുമ്പോൾ. അപ്പോഴാണ് ആ ടൈമിലാണ് പറഞ്ഞത്. പോലീസ് അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, പിന്നെ പാലത്തിങ്ങ അവിടെ വെച്ച് ഇങ്ങനെ കുട്ടീനെ വടക്കേ സൈഡിൽ എടുത്തിട്ടെന്നാണ് പറഞ്ഞത്. അതുവരെയും പോലീസിനോട് പറഞ്ഞത് ആലുവയിലായിരുന്നു, ആളെ മിസ്സായി. ആലുവയിലായിരുന്നു, എനിക്കറിയില്ല, ഞാൻ കുട്ടി അവിടെ പോയത് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. എവിടെ പോയിരുന്നു? കുട്ടീനെ ആലുവയിൽ വെച്ച് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാൻ കണ്ടില്ല, അവിടെ വെച്ച് അവിടം വരെ ഞാൻ കണ്ട്, പിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു മാനസിക വെല്ലുവിളിയൊക്കെയുള്ളൊരു ചെറിയ ഒരു മാനസികമായിട്ടൊരു ചെറിയ വിഷയമുണ്ട് എന്നാണ്. അത് എത്ര നാൾ മുമ്പായിരുന്നു? അതിപ്പോൾ ഒരു കുറച്ച് നാളായിട്ടുണ്ട് എന്നാണ്. അല്ല, സാധാരണ ഈ സ്ത്രീയുമായിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ കുട്ടി വിടാറില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. ഇല്ല, വിടാറില്ല. ഒറ്റയ്ക്ക് വരാറില്ലായിരുന്നു. ഇപ്പോൾ ഇനി കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വന്നിരുന്ന് അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അത് ഒരു 4-5 ദിവസം താമസിച്ചതിന് ശേഷമാണ് പോയത്. അത് പോയിട്ട് പിന്നെ ഇപ്പം അതിന് ശേഷമാണ് ഇപ്പം സംഭവം ഉണ്ടായിരിക്കുന്നത്. അങ്ങ് എൻ്റെ പേര് സുകുമാരൻ എന്നാണ്. ഈ സ്ത്രീയുടെ ഇളയച്ചൻ്റെ മകളുടെ മകളാണ്. അങ്ങനെയാണ്. അത് ഈ സ്ത്രീയുടെ ബന്ധുവാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ 7 മണിവരെ കുട്ടിയെ കാണാനില്ല, ആലുവ ഭാഗത്ത് അവിടെ വെച്ച് കുട്ടിയെ കാണാതായി എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതൊക്കെ മാറി പിന്നീട് 8 മണിയായപ്പോൾ കാര്യങ്ങൾ പിന്നീട് പറയുകയായിരുന്നു. അതായത് കുട്ടിയെ ഇവിടെ വെച്ച് ഈ പറയുന്ന പാലത്തിലേക്ക് കൊണ്ടുവന്നിട്ടു എന്നുള്ളതാണ്. സാധാരണ ഈ പാലത്തിലൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ ആളുണ്ടാവും. രാത്രി സമയത്ത് വണ്ടികൾ ഇതിൽ പോയിക്കൊണ്ടിരിക്കും, അല്ലാതെ ഇവിടെ ആൾ നിൽക്കാറില്ല. ആളുകൾ ഒരു കുറവുള്ള വണ്ടികൾ പോയിക്കൊണ്ടിരിക്കും, ആളുകൾ കുറവായിരിക്കും. മല തൃശ്ശൂർ റൂട്ടുകളുള്ളൂ, അതുകൊണ്ട് ആളുകൾ ഉണ്ടാവും. ഇങ്ങനെ ഈ സ്ത്രീ വരുന്നതൊക്കെ ആരെങ്കിലും കണ്ടിരുന്നു? അങ്ങനെ ഇവർ വന്ന ബസ് കണ്ടക്ടർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 7:05 അവരോട് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്കാണ് പോയെന്നുള്ള ഓട്ടോക്കാരൻ പറഞ്ഞിട്ടുണ്ട് മൊഴി. 7:05 ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് ഓട്ടോയ്ക്കാണ് അവർ പോയത്. ആ സമയത്ത് കുട്ടി ഉണ്ടായിട്ടില്ല. ആദ്യം വരുമ്പോൾ കുട്ടി ഉണ്ടായിരുന്നു. ബസ്സിൽ ഇറങ്ങുമ്പോൾ കുട്ടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഓട്ടോയ്ക്ക് പോകുമ്പോൾ കുട്ടിയില്ല. ഇവിടെ എത്ര നേരം ചെലവഴിച്ചു അങ്ങനൊന്നും അതൊന്നും പറഞ്ഞിട്ടില്ല. അവർ 7 മണിയിൽ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ള മൊഴി. അവരുടെ മൊഴി 7 മണി എന്നുള്ളതാണ്. 7 മണിക്ക് കൊണ്ടുവന്ന് കുട്ടീനെ ഇട്ടിട്ട് തിരിച്ചു പോയി. കുറുമശ്ശേരിയിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് മക്കോൽത്താഴത്ത് ഇവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ കുട്ടിയെ എന്തെന്ന് വെച്ചപ്പോൾ അഭിപ്രായത്തിലാണ് ഇവിടെ കുട്ടീനെ കാണാനില്ലെന്ന് പറഞ്ഞു. പിന്നെ പോലീസിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്നാണ് ഈ കുട്ടീനെ ഇവളെ അമ്മേനെ കസ്റ്റഡിയിൽ എടുത്തുള്ളത്. അപ്പോൾ പറയണത് 7 മണിക്ക് ഇവിടെ കൊണ്ടുവന്ന് പാലത്തിന് നടുവിലൂടെ പുറത്തേക്ക് ഈ പുഴയിലേക്ക് ഇട്ടുവെന്നാണ് അവൾ പറയണത്. സന്ധ്യ അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവരൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ സ്ത്രീ മൊഴി നൽകിയിരിക്കുന്നത് 7 മണി വരെ കുട്ടിയെ ഇവർക്ക് അതായത് ആലുവയിൽ വെച്ച് കുട്ടിയെ മിസ്സായി, കുട്ടിയെ കാണാനില്ല എന്നുള്ളതായിരുന്നു മൊഴി ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീടാണ് പറയുന്നത് 8 മണിയോടുകൂടി ഈ പാലത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ പാലത്തിൽ കൊണ്ടുവന്ന് കുട്ടിയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. എന്തായാലും 7 മണിയോടുകൂടി ഈ കുട്ടിയുടെ അമ്മ ഇവിടെ കുട്ടിയുമായി എത്തിയതിന് സാക്ഷികളുണ്ട്. നേരത്തെ തന്നെ സാക്ഷികളുണ്ടായിരുന്നു. ഇവിടുത്തെ CPM-ന്റെ നേതാക്കളൊക്കെ ഉണ്ട്. സഖാവെ, എങ്ങനെയാണ് ഇത് ഇപ്പോൾ തിരച്ചിൽ ശക്തമായിട്ട് നടക്കുന്നുണ്ട്? നാട്ടുകാരും എല്ലാവരും സജീവമായിട്ട് രംഗത്തുണ്ട്. സാധാരണ ഈ ആളുകളൊക്കെ ഇപ്പോൾ നടക്കുന്ന ഈ പാലത്തിലൂടെയൊക്കെ രാത്രി പിന്നെ നടക്കുകയും വാഹനങ്ങൾ ധാരാളം സ്ഥലമാണ്. ഇങ്ങനൊരു കൊലപാതകമൊക്കെ നടക്കുക അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, നമ്മുടെ പരിസരത്ത് ഉണ്ടായിട്ടില്ല. ഇവർ വന്നതിന് പോയതിനൊക്കെ തെളിവുണ്ടല്ലേ? ഉണ്ട്.
അതുതന്നെയാണ് ഇത് ഇവിടുത്തെ ഒരു CPM-ൻ്റെ മുതിർന്ന നേതാവാണ്. അവരെ അടക്കമുള്ള ആളുകളെല്ലാവരും ഉണ്ട്, നാട്ടുകാരുണ്ട്. കാണുന്നത് പോലെ തന്നെ ഫയർഫോഴ്സും ഒപ്പം തന്നെ പോലീസും എല്ലാം കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയെ പാലത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക്, അതായത് ഈ കാണുന്ന ഭാഗത്തേക്ക് ഉപേക്ഷിച്ചു, ഇവിടെ കൊണ്ടുവന്ന് താഴേക്ക് ഇട്ടു എന്നുള്ളതാണ് ഈ അമ്മ നൽകിയിരിക്കുന്ന മൊഴി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ പരിശോധനകൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിന് തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കുട്ടി വരുന്നത് കുട്ടിയുമായി അമ്മ ബസ്സിൽ വന്നിറങ്ങുന്നു. ഈ തൊട്ടടുത്താണ് ബസ്സിൽ വന്നിറങ്ങുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരികയായിരുന്നു, ഈ പാലത്തിലൂടെ നടന്നു വരികയായിരുന്നു. പിന്നീട് ഇവർ തിരികെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ കുട്ടി കൂടെ ഇല്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആ രീതിയിലുള്ള പരിശോധനയും ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും പോലീസുകാർക്കും നാട്ടുകാർക്കെല്ലാം ഉണ്ട്. കാരണം ഈ സ്ത്രീ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാനസികമായ ചില വെല്ലുവിളികൾ ഉള്ള സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നില്ല, പല പല കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പനേരം മുൻപ് വരെ കുട്ടിയുടെ മാതാവും പിതാവും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അവരെ ഇപ്പോൾ ആളുകൾ കൂടാൻ തുടങ്ങിയപ്പോൾ ഇവിടെ നിന്ന് പോലീസ് മറ്റൊരിടത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് മൂഴിക്കുളം പാലം ആണ്, തൃശ്ശൂർ മാള റൂട്ടാണിത്.